പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് ഇന്ന് എനിക്ക് റിമൈൻഡ് ചെയ്യിപ്പിച്ചു തന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിൽ എന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ നമുക്കത് കാണാൻ പറ്റും അല്ലേ. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതിനെ കയ്യിലെടുത്ത് നോക്കുമ്പോഴാണ് ആ അഴുക്ക് എത്രത്തോളമാണ്, അത് എന്തോരം പടർന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത് ചെന്ന് നോക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വരുന്ന ചെറിയ ചെറിയ കുറവുകൾ അല്ലെങ്കിൽ വരുന്ന തെറ്റുകളൊക്കെ നമുക്ക് പിതാവ് നമ്മുടെ യേശുപ്പച്ച നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് റിമൈൻഡ് ചെയ്യിപ്പിച്ച് തരണമെങ്കിൽ നമ്മൾ അത്രത്തോളം ദൈവത്തോട് ക്ലോസ് ആയിട്ടിരിക്കണം. ആ പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവ് ആയിട്ടിരിക്കണം. എന്നാലേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കറിയാം യാക്കോബ് 4:8 അതാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും എന്നാണ് ആ വാക്യത്തിൽ പറയുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യും. ബിക്കോസ് അവർ നമ്മുടെ അടുത്താണ് നിൽക്കുന്നത്, നമ്മൾ പറയുന്ന അവർ കേൾക്കും, നമ്മളത് അവർ ചെയ്യുന്നത് കാണുന്നുണ്ട്, അപ്പം നമ്മളത് കറക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിയാതെ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന തെറ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് തടസ്സമായി വരുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മാവിനെ കേൾക്കുവാൻ തക്കണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം. അതാണ് ഈ ഒരു സീസണിൽ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു ക്ലോസ്നെസ്സിലേക്ക് ചേർന്നായി തീരുവാൻ തക്കണം നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങളിടയാകണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ, കേൾക്കുവാൻ, അപ്പൻ്റെ കരം പിടിച്ച് നടക്കുവാൻ തക്കണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.